ഇതേതാപ്പൊ ഒരു കട? നല്ല രസമുണ്ടല്ലോ. ഇത് കണ്ടില്ലേ, ഇതില് നമ്മളെ ബ്രാൻഡിന്റെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിന്റെ ഫിനിഷിങ് നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ്. ഉള്ളില് ബ്രാസ് ആണ്. ബ്രാസ് എന്താണെന്ന് അറിയില്ലേ? നോക്കി നോക്കിയാണ്. ഇത് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും? എത്ര ഉണ്ടാവും? ഏകദേശം 800 ഗ്രാം ഉണ്ടാവും. 800 ഗ്രാം. അപ്പൊ അത് സെറ്റാണല്ലോ അല്ലേ? അതിന്റെ ഉള്ളിലിരിക്കുന്ന മഞ്ഞക്കുപ്പായക്കാർ നമ്മക്ക് പരിചയമുള്ളതാണല്ലോ. അപ്പോ ഇതാണ് നമുക്ക് ഹെൽത്ത് ഫോർസെറ്റ്. ഇത് ഏകദേശം 1.5 മീറ്ററോളം. അടച്ചോനെ, ദജ്ജാൽ ഇവിടെയും വന്ന ആ ഗ്ലാസ് ഒന്നും പൊട്ടിക്കണ്ട. അങ്ങേ എന്താ അത്? ഇതാണ് സോയല്ലേ? എന്തൊക്കെ. ഹലോ, മൈക്ക് ടെസ്റ്റ്. ഹലോ. എന്താണ് കേക്ക്? ശരി, അപ്പൊ ഇത് മൈക്കല്ലല്ലേ? അത് ശരി. ഇതാണ് ഷിയാബ് ലയന്റെ. അതെ, ഒരു മിനിറ്റ്. കസ്റ്റമർ ഞാനൊന്ന് പിച്ചു നോക്കട്ടെ. സത്യം മുതലാളിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഈ 4 ബാത്റൂമിലേക്കുള്ള സാധനങ്ങൾ വേണം നമുക്ക്. ഈ ക്ലോസറ്റും പിന്നെ ആ മഴ പോലെ വെള്ളം വരുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ. ജഫറെ, ആ സാധനം 4 ബാത്റൂമിലേക്കുള്ളത്. അതിനു മുമ്പ് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടല്ലോ. നമ്മളാളല്ലേ, നമ്മൾ സ്വന്തം ആളല്ലേ അല്ലേ? ഞാൻ വിളിക്കൂലേ? നോക്കി 4-1 ഇതല്ലേ? ഇതെല്ലാത്തിനും ഇതൊന്നും എടുത്തോ. ഇത് കൊറോണ. ഇതൊന്നും ആയിക്കോട്ടെ, ഇത് കുഴപ്പമില്ല. ഇതെന്താ പറഞ്ഞു? അതുകൊണ്ടേ അതിനെല്ലാത്തിനും ഓരോന്നും എടുത്തോളൂ. അതിനെല്ലാത്തിനും ഓരോന്നും സെറ്റ് 4. ഇതല്ലേ കൺഫേം അല്ലേ? അത് കൺഫേം. അത് കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോ ഏതാണ് എടുക്കേണ്ടത്? അതിനെല്ലാത്തിനും 4 വെച്ചെടുത്തോ. എല്ലാം 4 എടുത്തോ. അത് പിന്നെ വേണ്ടേ? സബ്ഡിസ് വേണോ? അത് വേണോ? ഇതല്ലേ ഷോപ്പ് ഡിഷ്? പിന്നെ അത് വേണോ? ഷോപ്പ് ഡിഷ് അതല്ലേ? ഇത് നല്ല നമ്മൾ നോക്കിയാണ്. ഇതൊരു 4 എടുത്തോ കേട്ടാ. ഈ ഇതൊരു 4. ഇതൊരു 4. ഇത് റിമോട്ടാണ്. വേണ്ട. പിന്നെ ഇതുണ്ടായിക്കോട്ടെ 4. അത് നമ്മൾ നേരത്തെ നോക്കിയല്ലോ. എന്നാ പിന്നെ ആയിക്കോട്ടെ. പിന്നെ എത്ര റുപ്യ പായിട്ടുണ്ടാവും ഇതിന്റെ? 6300 ഗുണിക്കണം 4. അത് ക്ലോസറ്റിന്റെ റേറ്റ് ആട്ടത്. പിന്നെ വാഷ് ബേസിന് ഷവർ ഒരു 4 40 ഉള്ളത്. പിന്നെ ബേസിന് ഒരു 4. ടോട്ടൽ ഒരു 37,363. ആയിക്കോട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഓക്കെ, എന്നാല് അപ്പോ ഇത് വേണ്ടേ? അല്ല, അതൊന്നും ഇപ്പൊ വേണ്ട. അത് വേണ്ട. ജഫറെ, ഡെലിവറി ഫ്രീ കൊടുത്തോ കേട്ടോ. നമ്മുടെ ആളാണ്. ഇത് നമുക്ക് കൊടുക്കാമല്ലോ. അഡ്രസ് പറയും. അത് അയ്മുട്ടിന്ന് പറഞ്ഞാൽ മതി. ലൊക്കേഷൻ പറയും. അതല്ല, അത് അയ്മുട്ടിന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും അറിയില്ല. അയ്മുട്ടിന്ന് വെച്ചിട്ടുണ്ട്. ലൊക്കേഷൻ പറയും. അയ്മുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന. അവിടെ വന്ന് ചോദിച്ചാൽ സ്ഥലം പറയുന്നേ. അതെ സിയാദ് സാറേ, ഞാനിപ്പേ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തിന് ടോക്കൺ കൊടുക്കുന്നുണ്ട്. ഈ ടോക്കൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലത്തിന് പൈസ കൊടുക്കും. പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ കുറ്റടിക്കും. കുറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് പേരുണ്ടാക്കണ്ടേ? ഈ പേരുണ്ടാക്കുമ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ വേണ്ടേ? ആ സാധനങ്ങൾ ഇപ്പൊ ഞാൻ നോക്കാൻ വേണ്ടി വന്നതാണ്. അതിനാണ് ഇപ്പൊ അത്ര വലിയ. നിങ്ങളെന്താ നോക്കണിങ്ങനെ? എന്തേ കുഴപ്പമായ? എന്താ ചെയ്യ? ഓരോരോ വണ്ടിയും പലാനും വരും.
എന്തത് ഇങ്ങനെയൊക്കെ ഉണ്ടോ മനുഷ്യന്മാര്? ഓരോരുത്തരും മനുഷ്യനെ വെറുതെ ഇടങ്ങാറാക്കാന്. ജാഫറെ, ഇയാളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇയാൾ എന്തൊക്കെ ചെയ്യുന്നു വിചാരിച്ച് ഞാനിവിടെ നോക്കി നിന്നത്. എന്താണ് നടക്കുന്നത് വിചാരിച്ചിട്ട്. ഏതായാലും അയാൾ പോയില്ലേ. പിന്നെ ഒരു കാര്യം, ഒരു സ്ഥാപനമാകുമ്പോഴേ പല രീതിയിലുള്ള കസ്റ്റമർ ഇവിടെ വരും. അപ്പോൾ അവരോട് സൗമ്യമായിട്ട് പെരുമാറാൻ പഠിക്കുക. എന്നെങ്കിലും കസ്റ്റമർ നമുക്ക് നാളെയും വരും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഷിയാബിനോട് കൂടി ഞാൻ പറയാണ്, സെയിൽസ്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ജാഫറെ, നാസർക്ക് പറയുന്നത് 100% വളരെ ശരിയാണ്. കാരണം കസ്റ്റമേഴ്സ് എല്ലാം പല സ്വഭാവക്കാരായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ സ്വഭാവം കണ്ടെത്തി അവരോട് അതിനനുസരിച്ച് ഡീൽ ചെയ്യുക. കസ്റ്റമേഴ്സ് ഓൾവേസ് കിങ് ആണല്ലോ നമ്മൾ പഠിച്ചത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ രീതിയിൽ നമ്മളെല്ലാവരും ബിഹേവ് ചെയ്യുക.